എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഈ 2024 ആദ്യത്തെ സൺഡേ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേരൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ സാധാരണ ലെറ്റ്സ് ടോക്ക് സം ടെക് അങ്ങനെയുള്ള പേരുകളൊക്കെ ആയിരുന്നു, ടെക് ടൈം അത്തരത്തിലൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ചിരുന്നത്. സോ ഇനി മുതൽ ഒരു പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് അത് കൊണ്ടുപോകാനായിട്ടൊരു നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ള പേര് സജസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും കാര്യമായിട്ട് സജസ്റ്റ് ഒന്നും ചെയ്തില്ല. സോ ഞാൻ തന്നെ തപ്പിപ്പിടിച്ച ഒരു പേരെടുത്തത് സൺഡേ ടെക് ടൈം എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിനെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒരു 9 മണിക്ക് മുന്നേ അപ്ലോഡ് ചെയ്യണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുള്ള കുറച്ച് ടെക് അപ്ഡേറ്റുകൾ, ടെക് റൂമേഴ്സ്, അപ്കമിങ് ഫോണുകൾ, അപ്കമിങ് പുതിയ ടെക്നോളജി കാര്യങ്ങളെല്ലാം അത്തരത്തിലുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ പുതിയ ഒരു എപ്പിസോഡിലേക്ക്, അതായത് ലെറ്റ്സ് ടോക്ക് സം ടെക് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിനോട് വിട പറഞ്ഞുകൊണ്ട് സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന പുതിയ ഈ ഒരു ഈവൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ 2 പ്രമുഖ ബ്രാൻഡുകളിലെ ഫോണുകൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒന്ന് റെഡ്മി 13 പ്രോ സീരീസുകൾ. സോ ആ ഒരു ഫോണ് നമുക്ക് 10-ാം തീയതി മുതൽ, ജനുവരി 10-ാം തീയതി മുതൽ റെഡ്മിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അതുകൂടാതെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒരു മോഡൽ ആമസോണിൽ നിന്നും അവൈലബിൾ ആയിട്ടാണ്. മീൻസ് ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക. അതേപോലെ കഴിഞ്ഞ ആഴ്ച പുറത്ത് വന്ന മറ്റ് 2 ഫോണുകളാണ് വിവോ X100ഉം X100 പ്രോയും. ഈ 2 ഫോണുകളുടെയും ഫസ്റ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിലൂടെ ജനുവരി 14-ാം തീയതിയാണ്. അതുകൂടാതെ വിവോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും വാങ്ങാനായിട്ട് സാധിക്കും. നമുക്ക് പ്രീ ബുക്കിംഗ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിവോ X100 പ്രോയ്ക്ക് റേറ്റ് വരുന്നത് 90,000 രൂപയും നോർമൽ X100ന് 64,000 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇനീഷ്യൽ ഇംപ്രഷനും അൺബോക്സിംഗ് വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. കിഡിലൻ ക്യാമറ പെർഫോമൻസ് ആണ് എന്നുള്ളതാണ് മൊത്തത്തിൽ വരുന്നത്. എനിവേ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. 90,000 രൂപ കൊടുത്തിട്ട് നിങ്ങളൊരു വിവോ ഫോൺ എടുക്കും, അതോ സാംസങ് S23 അൾട്ര അല്ലെങ്കിൽ ഈ ഐഫോണുകളുടെ ഏതെങ്കിലും ഒരു മോഡലിലോട്ട് നിങ്ങളുടെ ചോയ്സ് ഷിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് പറ്റുമെങ്കിൽ അറിയിക്കുക. അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം 90,000 രൂപ എന്ന് പറയുന്നത് 1,00,000 താഴെ നമ്മൾ സാംസങ്ങോ അല്ലെങ്കിൽ ആപ്പിളോ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന് പൈസ മുടക്കും ഒരു പക്ഷേ, എന്നാലും എത്ര പേര് ചെയ്യും എന്നുള്ളത് കണ്ടറിയന്നെ വേണ്ടി വരും. എനിവേ അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് ജനുവരി 17-ാം തീയതി നമ്മൾ കാത്തിരിക്കുന്ന സാംസങ്ങിൻ്റെ അൺപാക്ഡ് ഇവൻറ്റ് വരുന്നുണ്ട്. ഗാലക്സി AI എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത്. 3 ഫോണുകളാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സാംസങ് ഗാലക്സി S24, S24 Plus, S24 അൾട്ര. ഓക്കെ, ഈ ഒരു 3 ഫോണിലും S24ലും S24 Plusലും എക്സിനോസിൻ്റെ ചിപ്സെറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. എനിവേ കണ്ടറിയേണ്ടതായിട്ട് വരും. S24 അൾട്രയിൽ എന്തായാലും 8 Gen 3 തന്നെയായിരിക്കും ചിപ്സെറ്റ്. ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അവർ ഈ ഒരു ഇവൻറ്റിനെ, ഈ ഒരു പ്രൊഡക്റ്റിനെ പേരിട്ടിരിക്കുന്നത് തന്നെ ഗാലക്സി AI എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം കുത്തി നിറച്ചിട്ടുള്ള ഒരു ഫോൺ തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തേക്ക് വരുന്ന ഒരുപാട് AI സംബന്ധമായിട്ടുള്ള ഫീച്ചേഴ്സ് അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വരുന്ന 1-2 പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടൈറ്റാനിയം ഫ്രെയിം ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ഫ്ലാറ്റ് ആൻഡ് കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ വരാനായിട്ട് ചാൻസ് ഉണ്ട്. 5000 mAh ബാറ്ററി, കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട അതേ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. മീൻസ് സാംസങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്. അതേ ചാർജിങ് ടെക്നോളജി തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. അതുകൂടാതെ S Penൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചും ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയിരിക്കുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അതിനേക്കാളും കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചൊന്നും S Penൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നും പറയുന്നു. എനിവേ ഇനി 17-ാം തീയതിക്ക് അറിയാനായിട്ട് സാധിക്കും. വെറും 10 ദിവസം കൂടി മാത്രം. ജനുവരി 11-ാം തീയതി ഓപ്പോ റെനോ 11 സീരീസുകൾ ലോഞ്ച് ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ ലീക്ക്ഡ് ഇമേജസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു റീറ്റെയിൽ അൺബോക്സിങ് വീഡിയോ കൂടി ലീക്കായിട്ടുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യാം. സോ കഴിഞ്ഞ വർഷത്തെ മോഡലിനെ അപേക്ഷിച്ച് കാര്യമായിട്ടുള്ള ആ ഒരു ക്യാമറയുടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ളൊരു ആ ഒരു കർവ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, കഴിഞ്ഞ വർഷത്തെ ഫോണിലുള്ള അതേ ഡിസ്പ്ലേ തന്നെയാണ് ഈ വർഷം വരുന്ന ഡിസ്പ്ലേയിലും. അതേ ബ്രൈറ്റ്നസ്, അതേ നിറ്റ്സ്, എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, കർവ് ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ ചേഞ്ച് വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം 64 മെഗാ പിക്സലിൻ്റെ ആയിരുന്നു, ഈ വർഷം അത് 50 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. അതുകൂടാതെ ബാക്കി വരുന്ന എല്ലാ ക്യാമറകളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, സെയിം സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്. 32 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ, ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സോ
എനിവേ ജനുവരി 11 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും എന്താണ് അവസ്ഥ എന്നുള്ളത്. യുവാക്കളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് റിയൽമി അവരുടെ സ്ലോഗൻ മാറ്റിയിരിക്കുകയാണ്. ലെറ്റ്സ് മേക്ക് ഇറ്റ് റിയൽ എന്നുള്ളതാണ് ഇനി അവരുടെ ആ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത്. എന്തൊക്കെ റിയലാക്കിയാലും അവരുടെ സോഫ്റ്റ്വെയറിൽ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യമൊക്കെ റിയൽമി പലർക്കും റെക്കമെൻഡ് ചെയ്തിരുന്നു. ഞാനിപ്പോൾ പേഴ്സണലി ആ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നിർത്തിയ ഒരവസ്ഥയാണ്. കാരണം ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. റെക്കമെൻഡേഷനും ഒരു സുഖമില്ല, അതിൻ്റെ ഒരു ഓയസ് ആ ഒരു ഒപ്റ്റിമൈസേഷനൊക്കെ ഒരുപാടങ്ങ് നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. എനിവേ എന്തായാലും ഇത്തരത്തിലുള്ള ആ ഒരു സ്ലോഗൻ്റെ ചേഞ്ച്, ആ ഒരു ടാഗ് ലൈൻ്റെ ചേഞ്ച് ഇവിടെ. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ് റിയൽ. പിന്നെ അതേപോലെ തന്നെ റിയൽമിയുടെ സൈഡിൽ നിന്ന് തന്നെ റിയൽമി 12 പ്രോയുടെ ഒരു ലീക്ക്ഡ് ഇമേജുകൾ വന്നിട്ടുണ്ട്. 11 പ്രോ എങ്ങനെയായിരുന്നു അതേ സെയിം ഡിസൈനിൽ തന്നെ ആയിരിക്കും 12 പ്രോ എന്ന് പറയുന്നു. ആ ഒരു സിബ് വരുന്ന ബാക്കിൽ ആ ഒരു കട്ടിങ്ങോട് കൂടിയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇപ്രാവശ്യം വരിക എന്നൊക്കെ പറയുന്നു. എനിവേ അതൊരു നല്ല ഡിസൈൻ ആയിരുന്നു കേട്ടോ, നല്ലൊരു വെറൈറ്റി. ആ ഒരു ക്യാമറയുടെ റൗണ്ട് സൈക്കിൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബാക്കി അതിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് നല്ല രസമുള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു. സോ ആ ഒരു ഡിസൈൻ തന്നെയാണ് 12 വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. എക്സ്റ്റെൻഡഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകൾക്ക് വേണ്ടിയിട്ട് ക്വാൽകോം പുതിയൊരു ചിപ്സെറ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. XR2+ Gen 2. വല്ലാത്തൊരു പേര് തന്നെയാണ്. എനിവേ കഴിഞ്ഞ വർഷത്തെ, അതായത് കഴിഞ്ഞ ജനറേഷനുമായിട്ട് ഒത്തിരി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ വർഷത്തെ ഈ ഒരു പ്രൊഡക്റ്റിൽ കിട്ടാനായിട്ട് ഈ ഒരു ചിപ്സെറ്റിൽ കിട്ടാനായിട്ട് പോകുന്നത്. AR VR അതേപോലെ തന്നെ MR ഹെഡ്സെറ്റുകൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആപ്പിൾ വിഷൻ പ്രോവിനൊക്കെ ആ ഒരു പ്രൊഡക്റ്റുമായിട്ട് കട്ടക്കി നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇതിനുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാര്യമായിട്ടുള്ള ചേഞ്ച് ഇതിൻ്റെ GPUവിൽ 15% കഴിഞ്ഞ വേർഷനെ അപേക്ഷിച്ചുകൊണ്ട് 15% GPU പെർഫോമൻസും 20% CPU പെർഫോമൻസും ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൂടാതെ 4.3Kയുടെ റെസൊല്യൂഷൻ, അത് രണ്ട് കണ്ണിനും സെപ്പറേറ്റ് വിത്ത് 90 FPS സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ക്വാൽകോം അവകാശപ്പെടുന്നത്. ആദ്യം ഏത് പ്രൊഡക്റ്റ് വരും എന്നുള്ളത്, സാംസങ്ങിൻ്റെ ആണോ അതോ ഗൂഗിളിൻ്റെ ആണോ, ആര് ഇത് വെച്ച് ഈ ഒരു ചിപ്സെറ്റ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് ഇറക്കും എന്നുള്ളതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. എനിവേ ഇനി ഇതുപോലുള്ള VR ഹെഡ്സെറ്റുകളുടെ യുദ്ധമാണ്, കാത്തിരുന്ന് കാണാം. അതേപോലെ തന്നെ AIക്കൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു ചിപ്സെറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാത്തിരുന്ന് കാണാം എന്തായാലും. ഔട്ട്കിറ്റർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. 2008 മുതൽ ചൈനയിൽ ഈ ഒരു കമ്പനി മൊബൈൽ ഫോൺ വിപണന രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പലതരത്തിലുള്ള വെറൈറ്റി ഫോണുകളും റഗ്ഗഡ് ഫോണുകളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ പുതിയൊരു ഫോൺ വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇങ്ങനൊരു കമ്പനി ഉണ്ട് എന്നുള്ളത് തന്നെ ഈ ഒരു ടെക് ന്യൂസ് തപ്പിപ്പോയപ്പോഴാണ് കേട്ടോ അതറിഞ്ഞത്. അതിന് മുന്നേ ഇങ്ങനെ ഒരു കമ്പനീനെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അതെൻ്റെ എക്സ്പീരിയൻസ്. അവരുടെ പുതിയ ഫോണായ WP33 Pro എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1/2 കിലോ ആണ്. അതായത് 557 ഗ്രാമാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത്. 27 mm ആണ്, അതായത് 2.7 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. 84 mm ആണ് ഇതിൻ്റെ വൈഡ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ 5 വാട്ടിൻ്റെ സ്പീക്കർ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ ക്യാമറയുടെ സ്ഥാനത്ത് നമ്മൾ സാധാരണ ഇപ്പോഴത്തെ ബാക്കിൽ വരുന്ന ആ ഒരു റൗണ്ട് ക്യാമറ ഉണ്ടല്ലോ, അതിന് പകരം 5 വാട്ടിൻ്റെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ക്യാമറ വളരെ ചെറുതായിട്ടൊരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് 22,000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 7 മണിക്കൂർ താഴെ വേണം ഇത് ഫുൾ ചാർജ് ആവാനായിട്ട്. സോ ഒരു വെറൈറ്റി ഫോണായിട്ടുണ്ട് അല്ലേ. 5 വാട്ടിൻ്റെ സ്പീക്കർ പുറകിൽ, 50 മെഗാപിക്സലിൻ്റെ ആണെന്ന് തോന്നുന്നു ക്യാമറ ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യമില്ല, അതിനെക്കുറിച്ചൊന്നും പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ ഒരു ഫോൺ ഒരിക്കലും ചൈനയ്ക്ക് പുറത്തുള്ളവർക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇവർ ചൈനയിലും മാത്രമാണ് ഫോണുകൾ സെല് ചെയ്യുന്നത്. സോ ഒരു വെറൈറ്റി ഫോണായിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ന്യൂസിൽ ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഓപ്പോ ഫൈൻഡ് X7 Ultra എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഈ ഫോണിൽ എടുത്ത 4 ഫോട്ടോസ് ഓപ്പോ പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ ഒരു 4 ഫോട്ടോസും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ ഒരു പോർട്രേറ്റ് ഫോട്ടോസ്, നാച്ചുറൽ കളറ്, ആ ഒരു ഡെപ്ത്ത്, ആ ഒരു ഡീറ്റെയിൽ എല്ലാം ഒരു രക്ഷയില്ല. എന്തായാലും അവർ അത്രയും ലൈറ്റ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ രീതിക്കൊക്കെ ആണ് എടുത്തിട്ടുണ്ടാവുക. നമ്മളൊക്കെ എടുക്കുമ്പോൾ ഇത്ര വരുമോ ഇല്ലയോ എന്നുള്ളത് കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. സോണിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് 1 ഇഞ്ച് സെൻസറായ LYT900 എന്ന് പറയുന്ന സെൻസർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ഇനിയും വരും ദിവസങ്ങളിലും മറ്റു ഫോണുകളിലും ഈ ഒരു സെൻസർ എന്തായാലും ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. എന്തായാലും ഒരു കിഡിലൻ ക്യാമറ ഫോൺ
ഒപ്പോയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഹോണർ മാജിക് 6 സീരീസുകൾ ചൈനയിൽ വരാനായിട്ട് പോവുകയാണ്. അതിന് മുന്നായിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ലീക്ക് ആയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഒരു മാജിക് 6 സീരീസുകളിൽ വരുന്ന ഫോണിൻ്റെ ഡിസൈൻ, ബാക്ക് ഡിസൈൻ എന്ന് പറയുന്നത്. അധികം വൈകാതെ ഇന്ത്യയിലോട്ടും ഈ ഒരു ഫോൺ വരും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എന്താണ് എന്നുള്ളത് കണ്ടറിയാം. സോ നല്ല രസമായിട്ടുണ്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം. ആ ഒരു കളറാണ്, ആ ഒരു ബാക്കിലെ ക്യാമറയുടെ ഡിസൈനേക്കാൾ കൂടുതൽ ആ ഒരു കളറുകൾ നല്ല രസമായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. OnePlus Ace 3 എന്ന് പറയുന്ന ഒരു ഫോണ് ചൈനയിൽ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണാണ് OnePlus 12R എന്ന് പറയുന്ന പേരിലോട്ട് മാറ്റിയിട്ട് ജനുവരി 23 നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. എനിവേ ഇതിൻ്റെ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് 6.7 ഇഞ്ച് വരുന്ന LTPO AMOLED LED ഡിസ്പ്ലേ, 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ, സ്നാപ്ഡ്രാഗൺ 8 Gen 2 പ്രൊസസ്സർ വെച്ചിട്ടാണ് വരാൻ പോകുന്നത്. അതുകൂടാതെ 5500 mAh ബാറ്ററിയാണ് വരാനായിട്ട് പോകുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 45,000 രൂപയ്ക്ക് താഴെ, ഓൾമോസ്റ്റ് ഒരു 42,000 43,000. കാരണം സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് എന്തായാലും OnePlusൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുണ്ട്. ബാക്കിയൊക്കെ 23 അറിയാം. പോക്കോ X6 Pro എന്ന് പറയുന്ന ഒരു പുതിയ ഫോൺ ജനുവരി 11 പോക്കോയുടെ സൈഡിൽ നിന്ന് ഗ്ലോബലി ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലോട്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് HyperOS വെച്ച് വരുന്ന, ഡയറക്റ്റ് ഇൻബിൽട്ടായി വരുന്ന, ഇന്ത്യയിലോട്ടടക്കം വരുന്ന ഫസ്റ്റ് ഫോണായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ HyperOSൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടറിയാൻ വേണ്ടി വരും കേട്ടോ. ഒത്തിരി അധികം ഹൈപ്പാണ് ആ ഒരു OSന് കൊടുത്തിട്ടുള്ളത്. എനിവേ ആ ഒരു ഫോൺ പോക്കോ X6 Pro എന്ന് പറയുന്നത് ജനുവരി 11 വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു റൗണ്ട് അപ്പിൽ നിന്ന് എനിക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. വേറെയും ന്യൂസുകളുണ്ട്, പക്ഷേ അതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫേം ആവാത്ത ന്യൂസുകളാണ്. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ഒഴിവാക്കി കളഞ്ഞത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ടെക് അപ്ഡേറ്റുകൾ വീക്ക്ലി അറിയണം എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അത് കമൻ്റായിട്ട് അറിയിക്കാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.